തിരുവനന്തപുരം മുണ്ടേലയിൽ സഹകരണ സംഘം പ്രസിഡന്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. മുണ്ടേല രാജീവ് ഗാന്ധി റെസിഡൻസ് വെൽഫെയർ സഹകരണ സംഘം പ്രസിഡന്റ് മോഹനകുമാരൻ നായരെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിവരങ്ങളുമായി അഖിൽ ഷാ അൻസാർ ചേരുന്നു. അഖിൽ ഷാ, വളരെ സങ്കടകരമായ വാർത്തയാണല്ലോ, എന്താണ് കൂടുതൽ വിവരങ്ങൾ? ഇക്കാര്യത്തിൽ പ്രാഥമികമായി നമ്മൾ അന്വേഷിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായും ഈ മുണ്ടേല രാജീവ് ഗാന്ധി സഹകരണ ബാങ്കുമായുള്ള ചില പ്രശ്നങ്ങൾ കഴിഞ്ഞ ഒരു മാസമായി വരുന്നുണ്ട്. ഈ ബാങ്കിലെ ഭരണസമിതി കുറച്ചു ദിവസം മുമ്പ് പിരിച്ചുവിടുകയും ഉണ്ടായി. അതിലെ പ്രസിഡന്റാണ് ഈ നിലവിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ ഇദ്ദേഹം. 62 വയസ്സായിരുന്നു. ഇത്തരത്തിൽ കഴിഞ്ഞ മാസത്തോടു കൂടിയാണ് സഹകരണ രജിസ്ട്രാറുടെ ഒരു അന്വേഷണം ഈ ബാങ്കിനെതിരെ ഉണ്ടായത്. ഈ അന്വേഷണത്തിൽ ബാങ്കിൽ 34 കോടി രൂപയുടെ വായ്പാ തിരിമറി നടന്നു എന്നുള്ള കണ്ടെത്തലുണ്ടായിരുന്നു. ആ കണ്ടെത്തലിന് പിന്നാലെ ഈ ഭരണസമിതി പിരിച്ചുവിടുകയും അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം ഈ സഹകരണ ബാങ്കിൽ ഉണ്ടാവുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഇവിടുത്തെ നിക്ഷേപകർ വലിയ സമര പരിപാടികൾ കഴിഞ്ഞ ഒരു മാസമായി ഇവിടെ നടത്തി വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ 200ഓളം കേസുകളും ഈ ബാങ്ക് സമിതിക്കെതിരെ ഈ നിക്ഷേപകർ നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് നിലവിൽ ഈ ബാങ്ക് പ്രസിഡന്റായിരുന്ന ആളെ തിരുവനന്തപുരം അമ്പൂരിയിലെ സ്വന്തം റിസോർട്ടിന് പുറകിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും പോലീസ് ഇക്കാര്യത്തിൽ പ്രാഥമികമായ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾക്ക് ശേഷമാകും ബന്ധുക്കൾക്ക് വിട്ടു നൽകുക. എന്തായാലും ഈ ബാങ്കിനെതിരായ അന്വേഷണം അത് ശക്തമായി നടക്കുകയാണ്. പോലീസ് ഈ വിഷയത്തിൽ നിക്ഷേപകർ നൽകിയ പരാതികളിൽ കേസെടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ സഹകരണ രജിസ്ട്രാർ നൽകിയ റിപ്പോർട്ടിൽ ഈ ഭരണസമിതി അംഗങ്ങൾക്കെതിരെ കേസെടുത്ത് അന്വേഷണം നടത്തണം എന്നുകൂടി പറയുന്നുണ്ട്. എന്തായാലും ഈ ഭരണസമിതി അംഗങ്ങൾ നേരത്തെ ഉണ്ടായിരുന്ന ഭരണസമിതി അംഗങ്ങൾ ഉൾപ്പെടെ വലിയ സമ്മർദ്ദത്തിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. പ്രത്യേകിച്ച് കാര്യമായ സമരപരിപാടികൾ തന്നെ അവിടെ നടന്നിരുന്നു. എന്തായാലും കൂടുതൽ വിവരങ്ങൾ ഇനി പിന്നാലെ മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. ഓക്കെ, താങ്ക് യു അഖിൽ ഷാ അൻസാർ. സങ്കടകരമായൊരു വാർത്തയാണ് തിരുവനന്തപുരത്തെ മുണ്ടേലയിൽ നിന്ന് വന്നത്. അവിടുത്തെ സഹകരണ സംഘം പ്രസിഡന്റിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്നാണ്. ഇനി നമുക്കൊരു ചെറിയ ഇടവേളയിലേക്ക് പോകണം. ഇടവേള കഴിഞ്ഞു വരുമ്പോൾ മറ്റു വാർത്തകളിലേക്കും അതേപോലെ പി ജെയിംസിലേക്കും നമ്മൾ